ധരാലി എന്ന ദുരന്തഭൂമിയിലാണ് 24 സംഘം ഇപ്പോഴുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ ഹൃദയഭേദകമാണ്. 5 ദിവസം മുമ്പ് ഇവിടെ കുറേ മനുഷ്യർ ജീവിച്ചിരുന്നുവെന്നും അവരുടെ വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കാൻ പോലും കഴിയില്ല. അതിൻ്റെ യാതൊരു അവശേഷിപ്പുകളും നമുക്ക് ഇവിടെ എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെയുള്ളത് ചെളിയിൽ പൊതഞ്ഞു നിൽക്കുന്ന ഉരുളൻ കല്ലുകൾ. 50ഓളം പേരെ കാണാനില്ല എന്നാണ് ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന കണക്ക്. എങ്കിൽ ഈ മേഖലയിൽ നേപ്പാളിൽ നിന്നുള്ള 30-ലധികം പേർ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പല ഹോട്ടലുകളുടെയും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 100ഓളം തൊഴിലാളികൾ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ, ഈ പ്രദേശവാസികൾ പറയുന്നത്. സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. മനുഷ്യസാധ്യമായ തരത്തിലുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നടത്തിയിരുന്നു. റോഡ് കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ആഹാരം മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി കണക്ടിവിറ്റി എപ്പോൾ വരെ ആവുന്നില്ല, അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളത്.